ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ഒരു പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകണം. നമ്മൾ കസിൻസൊക്കെ കൂടി കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ്. അപ്പോൾ ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെ അവസ്ഥ. ഒട്ടുമിക്ക എല്ലാ ട്രിപ്പിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മൾ വണ്ടിൻ്റെ കാറ്റൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിട്ട്, അപ്പോൾ കാറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിട്ടോ. നമ്മൾ കുറേ അടിച്ചാൽ നോക്കി, നമ്മൾ അടിച്ചാൽ നോക്കിയിട്ടൊന്നും നടക്കണില്ല. പിന്നെ ഓൻ്റെ വന്നിട്ടോ പമ്പത്താൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടിയിട്ട് മനസ്സിലായി. പിന്നെ നമ്മൾ നേരെ വെച്ച് കൊടുത്തിട്ടോ കൊടൈക്കനാലിലേക്ക്. പിന്നെ നമ്മൾ പാലക്കാട് പോകണം ആയിക്കാട്ടോ. ഈ ആനനെ എങ്ങനെ കൊണ്ടുപോകേണ്ടത്? പിന്നെ നമ്മൾ എൻഎച്ചിലൊക്കെ കയറാൻ നിൽക്കുമ്പോൾ കണ്ടമാനം ആടാണ്. ഞാൻ ഇത്ര മാത്രം ആടാണ് ആദ്യമായിട്ട് കാണി. എൻഎച്ചിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഒരു കണ്ടമാനം രാത്രി ഉണ്ടാക്കാൻ വണ്ടിയൊന്നും മതിക്കില്ല. കണ്ടമാനം ആടുമിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നമ്മളുടെ പിന്നെ എല്ലാവരും ഡ്രൈവർമാരെ വേണ്ടി മാറി മാറി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ടോ. ഓരോരുത്തരും കിടന്നു ഓരോരുത്തരും വണ്ടി ഓടിക്കും. അങ്ങനെ ഓടിച്ച് പോയിട്ടോ. ഈ ടൈമായിട്ട് ഹൈവേകളൊക്കെ കാലിയാട്ടോ. നമ്മൾ ഈ തമിഴ്നാട് എത്തിയിട്ട് പെട്രോൾ അടിക്കാതിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് പെട്രോൾ എല്ലാം അടിച്ചില്ലേ. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ 5 രൂപ കുറവാണല്ലോ. അതുകൊണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് കയറിക്കണേ നമുക്ക് പെട്ടെന്ന് 24 hours പമ്പള കിട്ടില്ല കേട്ടോ. ലൊക്കേഷനിൽ കാണിക്കുന്ന പമ്പള അധികം അടവാണ്. അപ്പോൾ പിന്നെ നമ്മൾ പേടിച്ചു. നമ്മൾ തോന്നെ പെട്രോൾ അടിച്ചിട്ടില്ല വണ്ടിയിൽ. പിന്നെ ഒരു പുള്ളിക്കാണ് ബാക്കിയുള്ളത്. അവിടെ 24 നേരിച്ചിട്ടുള്ള പമ്പള അധികം അടവാണ്. ഫുഡൊന്നും റെഡി ആവില്ല. അപ്പോൾ നമ്മൾ 4 ദിനം പായൊക്കെ കരുതിയിരുന്നു. ഫുഡ് റെഡി ആണെങ്കിൽ എന്താണ് നല്ല പൈസ കൊടുത്തിട്ടാണ്ട് കയറണം. അത് നമ്മൾക്കില്ലല്ലോ. ഇവിടെ ഈ ഭാഗത്തൊന്നും വലിയ മനുഷ്യന്മാരൊന്നും ഇല്ല. രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളവിടെയൊക്കെ ഇപ്പോൾ രാത്രിയാണ് ആൾക്കാർ പുറത്തിറങ്ങുക. ഇവിടെ ഫുള്ള് അടവാണ്. പമ്പുകൾ വരെ ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ പമ്പാണത്. ഇതിന് വരെ അവിടുത്തെ ആൾക്കാർ മൂടി പോയി കടന്നുറങ്ങുക. ഞങ്ങൾ അവിടുത്തെ കാക്കൂനെ വിളിച്ച് നീപ്പിച്ചൊക്കെയാണ് പെട്രോൾ അടിച്ചത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലേക്ക് കയറാണ്ട് റോഡുമൊക്കെ കയറിട്ടോ. ഈ റോഡുമൊക്കെ കയറിന് മുമ്പേ ഒരു ചെക്ക് പോസ്റ്റ് അല്ല, ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കഴിഞ്ഞേക്കുന്നുണ്ട് പോലീസുകാർക്ക്. പോലും നമ്മൾ കയ്യൊക്കെ കാട്ടി. നമ്മൾ കൈയാട്ടി നൈസായിട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ വണ്ടിൻ്റെ ബുക്കും പേപ്പേഴ്സും ലൈസൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എന്താ ഇവർ നമുക്ക് പൈസ വാങ്ങാൻ കരുതിയിട്ടും ഓരോ ഏതായാലും 200 രൂപ ഓരോ പോക്കറ്റ് കിട്ടാൻ വകുപ്പുണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. ഓല് വാങ്ങി ഇവരെന്താ റീസൺ പറഞ്ഞാൽ അറിയോ? നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഡിജിലോക്കറിലാണ്. വണ്ടിൻ്റെ ഓയിലിൻ്റെ ടെസ്റ്റ് ചെയ്തും ഓയിൽ ടെസ്റ്റ് ചെയ്തല്ലേ, പൊല്യൂഷൻ അതേമാതിരി ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. എല്ലാതും ഡിജിലോക്കറിലാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഹാർഡ് കോപ്പി കയ്യിൽ വേണം. അതാണ് ഇതാണ് വാങ്ങിയത് തേങ്ങ എന്നൊക്കെ പറഞ്ഞു കുറേ നേരം നമ്മൾ ചുറ്റിച്ച് ഇവർക്ക് അതിൻ്റെ കാര്യം പറഞ്ഞാൽ മതി. പോയി പൈസ പോയി ലാസ്റ്റ് ഓടി പറഞ്ഞു പോയി 200 രൂപ കൊടുക്കണം അതിന് പോകണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇതാണ് കിട്ടണമെങ്കിൽ ആദ്യം പറഞ്ഞാൽ മതി. ഒരു 200 രൂപയ്ക്ക് വേണ്ടി നമ്മളവിടെ സ്വീപ്പാക്കി. ശരിക്കും അങ്ങനെ ഉണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ആക്കിട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഹാർഡ് കോപ്പി കയ്യിൽ വേണമെന്നുണ്ടോ? സത്യം പറഞ്ഞാൽ കൊടൈക്കനാലിൽ നമ്മൾ പ്ലാൻ മൂന്നാറൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഏകദേശം മേലൊക്കെ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ മേലൊക്കെ എത്തി. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. തണുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ എയർപോർട്ടിൽ കയറുന്നിടത്തോളം തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നു കേട്ടോ. മൂന്നാറിൽ തണുപ്പില്ല, കൊടൈക്കനാലിൽ തണുപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മക്കളെ തണുപ്പുണ്ട്. കൊടൈക്കനാലിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാഴ്ച ഇതാട്ടോ. ഈ ഒരു വാട്ടർഫാൾസ് ആണ്. കൊടൈക്കനാലിൽ നമുക്ക് കറക്റ്റുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് പോകാനുള്ള ലൊക്കേഷനുകൾ ഏതൊക്കെയാണെന്നില്ല ഇതിൻ്റെയൊക്കെ ലിസ്റ്റ്. ഇത് വെച്ച് പോകാൻ ഇവിടെ ലൊക്കേഷൻസ് ഒക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെ ഉണ്ട് വരുന്നത്. നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തിയുണ്ട്. ലൊക്കേഷനിൽ ആളുകളൊക്കെ വന്ന് തുടങ്ങണം കേട്ടോ. നമ്മൾ ചായ കുടിച്ച് സംഭവം കണ്ട് നമ്മൾ അവിടെ നേരെ വിട്ടു. പിന്നെ ഇവിടെ കാണാനുള്ളത് ഗുണാക്കേവാണ്. ഗുണാക്കേവ് തന്നെയാണ് ഇപ്പോൾ 2 സ്പോട്ട്, മെയിൻ സ്പോട്ട്. ഒന്ന് ഇതും പിന്നെ ഗുണാക്കേവ് ഒക്കെയാണ്. പിന്നെ ഈ ഗുണാക്കേവ് വരുന്ന വയ്ക്കാൻ കേട്ടോ 2-3 വ്യൂ പോയിന്റ് അതേപോലെ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടെ നേരെ തിരിച്ചിട്ടോ. പിന്നെ അവിടെ കാര്യമൊന്നും കാണാനില്ലാന്ന് മനസ്സിലായി. പിന്നെ പൊള്ളാച്ചൊക്കെ എത്തിയപ്പോഴേക്കും ഒരുപാട് കാറ്റാടികൾ കിട്ടും. ഞാൻ അപ്പോൾ ആലോചിച്ചു നമ്മളെ കടപ്പുറത്തൊക്കെ കാറ്റാടി വെച്ചോളൂ. ഇത് വെറുതെ കറണ്ട് പോലെ. നമ്മൾ ഇനി കോഴിക്കോട് പോകാനുള്ള പ്ലാൻ കേട്ടോ. എന്തായാലും ഓരോരുത്തർ കയപ്പേ ഞങ്ങൾ പിന്നെ നാട്ടിലെത്തിയ ഫുഡ് കഴിക്കണം. ഞങ്ങൾ പല്ലോ പൈച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലും അതേമാതിരി ഹൈലൈറ്റ് മാളൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് നമ്മൾ പോന്നിട്ടോ. ഈ ട്രിപ്പിന് ഇപ്പോൾ എന്താ മനസ്സിലായത് അറിയോ? നമ്മൾ കുറേ ലോങ് ഓടി. അപ്പോൾ നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്നതുകൊണ്ട് അവിടെ ഒരു സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറായി ആസ്വദിച്ച് പോരാ. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്താകെ കുഴങ്ങും. അതാണ് ഇപ്പോൾ ഇതിന് മനസ്സിലായത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബാക്കി പിന്നെ